ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾക്ക് ശാസ്ത്രീയമായ വലിയ ഒരു തെറ്റിദ്ധാരണ ഒന്ന് മാറ്റാം. പലരും പറയുന്നുണ്ട്, ദൈവ കണം കണ്ടുപിടിച്ചു, ദൈവത്തിന് തെളിവ് കിട്ടി. പക്ഷേ ഇത് സത്യമാണോ? അത് നമുക്ക് ഈ വാദം ശാസ്ത്രീയമായി തന്നെ നോക്കാം. ദൈവ കണം എന്ന പേര് ശാസ്ത്രജ്ഞർ ഉപയോഗിച്ച ഒന്നല്ല. ഇത് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് പടർന്നു കയറിയ ഒരു കപട ശാസ്ത്രവാദം മാത്രമാണ്. ഒരു പുസ്തകം പെട്ടെന്ന് ഹിറ്റ് ആയി കിട്ടാൻ വേണ്ടിയാണ് ദൈവ കണം എന്ന പേര് ആ പുസ്തകത്തിൽ ഉപയോഗിച്ചത്. അതുതന്നെയാണ് ആ പുസ്തകത്തിന്റെ പേര്, ദി ഗോഡ് പാർട്ടിക്കിള്. ഈ പുസ്തകം എഴുതിയത് ലിയോൺ ലെഡർമാൻ എന്ന ശാസ്ത്രജ്ഞനും ഡിക്ക് ടെറിസി എന്ന എഴുത്തുകാരനുമാണ്. ഈ പുസ്തകം പുറത്തിറങ്ങിയത് 1993-ലാണ്. ഇപ്പോൾ ഈ പേര് എങ്ങനെ ഈ പുസ്തകത്തിന് വന്നുവെന്ന് കഥ കൂടി പറയാം. ലിയോൺ ലെഡർമാൻ അക്കവലി പറഞ്ഞത് ഗോഡ് ഡാം പാർട്ടിക്കിള്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന്റെ കാരണം കണ്ടെത്താൻ പറ്റാത്ത കണം എന്ന അർത്ഥത്തിൽ. പക്ഷേ പുസ്തകത്തിന്റെ പബ്ലിഷേഴ്സ് പറഞ്ഞു, അങ്ങനെ വെച്ചാൽ പുസ്തകം പെട്ടെന്ന് വിറ്റുപോകില്ല. ഗോഡ് പാർട്ടിക്കിള് എന്ന് വെച്ചാൽ പുസ്തകം ഹിറ്റായി. അങ്ങനെ പുസ്തകം ഹിറ്റ് ആക്കുവാൻ വേണ്ടി ദൈവ കണം എന്ന പേരിൽ അത് പുറത്തു വന്നു. അതൊരു ഡിവൈൻ വൈബ് ആയതിനാൽ തന്നെ പെട്ടെന്ന് ആളുകളിൽ പടർന്നു കയറി ഈ ആശയം. ഇപ്പോൾ നമുക്ക് ശാസ്ത്രം പറയുന്ന ഹിഗ്സ് ബോസോൺ എന്താണെന്ന് നോക്കാം. ഇത് ഒരു കണത്തിന് ഭാരമുണ്ടാകാൻ കാരണമാകുന്ന ഒരു പ്രക്രിയയാണ്. സിമ്പിൾ ആയി പറഞ്ഞാൽ, മാസ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സയൻസ് മെക്കാനിസം. ഇതിൽ ഡിവൈൻ, മിറക്കിൾ, കോസ്മിക് എനർജി ഒന്നുമില്ല. ഇത് പ്യൂർ ഫിസിക്സ് ആണ്. പക്ഷേ സെൻസേഷണൽ ഫീൽ ഉണ്ടാക്കാൻ ചിലർ ഈ പേരിൽ സ്പിരിച്വൽ ഫ്ലേവർ ചേർത്തു കപട ശാസ്ത്രവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഇതൊക്കെ ഡിവൈൻ വൈബ്രേഷൻ ആണ്. മറ്റൊരു കൂട്ടർ പറയുന്നത് പ്രപഞ്ച നിയമങ്ങൾ തന്നെ ദൈവത്തെ കാണിച്ചു തന്നു എന്ന്. അങ്ങനെ നോൺസെൻസ് സ്റ്റോറീസ് വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കത്തിപ്പടർന്നു. പക്ഷേ ശാസ്ത്രജ്ഞർ പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഹിഗ്സ് ബോസോണിന് ദൈവവുമായി ഒരു ബന്ധവുമില്ല. ഇത് സയൻസ് ആണ്. സയൻസ് ഫാക്ട് ആണ്. ഫെയ്ത്ത് വിശ്വാസമാണ്. ഇവ രണ്ടും വേറെയാണ്. രണ്ടും കൂടി മിക്സ് ചെയ്താൽ കപട ശാസ്ത്രം പെട്ടെന്ന് ആളുകളിൽ എത്തും. ദൈവ കണം എന്ന് ശാസ്ത്രം പോലും വിളിക്കാത്ത ഒരു പേര് എങ്ങനെ ശാസ്ത്രത്തിന്റെ പേരിൽ കത്തിക്കയറി എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് കപട ശാസ്ത്രവാദങ്ങൾ സമൂഹത്തിൽ പ്രചാരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കൂട്ടുകാരെ.